ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ സംഭവവികാസങ്ങൾ ഉള്ള മാസമാണ് മുഹറം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ എന്നതാണ് പിന്നീട് നടന്ന എല്ലാ സംഭവങ്ങൾക്കും നിദാനമായി ഭവിച്ച ചില നിമിഷങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരുടെ അംബിയാ മുർസലീങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ ഉലുൽ അസ്മി എന്ന് എണ്ണിയ നബിമാർ, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദൂതന്മാരുടെ ചരിത്രത്തിലെല്ലാം നമുക്ക് ഹിജ്റ കാണാം. എന്നാൽ മാനുഷിക പിറവിയുടെ തുടക്കത്തിൽ തന്നെ ഹിജ്റയുടെ സംഭവം പറഞ്ഞുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ. ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഹിജ്റയെ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തു നിന്ന് മറ്റു ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻറ്റിന് ഹിജ്റ എന്ന് പറയാം. അകന്ന് നിൽക്കുന്ന എന്നൊരർത്ഥത്തിൽ ഹിജ്റ എന്നുള്ള പദം ഉപയോഗിച്ചത് നമുക്ക് ഭാഷാർത്ഥം എന്ന നിലയിൽ കാണാം. കാരണം എല്ലാ നബിമാർക്കും ഹിജ്റ ഒരു ലക്ഷ്യത്തിൽ നിന്ന്, ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്കുള്ള ഒരു ചലനത്തെ നമുക്ക് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. കാരണം ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത് തന്നെ ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ എന്ന ആശയത്തിലാണ്. അല്ല, സ്വർഗത്തിലേക്കല്ല സൃഷ്ടിച്ചത്. സ്വർഗത്തിൽ നിന്നും ബഹിഷ്കൃതനായവനല്ല ആദം നബി അലൈഹിസ്സലാം, ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടവനാണ്. ആദം അലൈഹിസ്സലാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആദം അലൈഹിസ്സലാമിനെ കുറിച്ച്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹു മലക്കുകളുമായി സംസാരിക്കുന്ന ബഖറയിൽ വിശദീകരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ തന്നെ അള്ളാഹു മലക്കുകളോട് പറയുന്നത് ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ എൻ്റെ ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കാൻ ഞാൻ പോകുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതനായ മനുഷ്യൻ എന്ന നിലയിലാണ് നമ്മൾ പലപ്പോഴും വിശദീകരിക്കപ്പെടുന്നത്. ആദം നബി അലൈഹിസ്സലാം ബഹിഷ്കൃതനല്ല. കാരണം ആദം നബി അലൈഹിസ്സലാം നിയോഗിതനായത് ഭൂമിയിലേക്കാണ്. സൃഷ്ടിക്കപ്പെട്ടത് ഒരു പക്ഷേ സ്വർഗത്തിലാവാം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഒരു ഹിജ്റയുടെ തുടക്കം, മനുഷ്യരാശിയുടെ തുടക്കം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റയെക്കുറിച്ചുള്ള ചർച്ച തന്നെ തുടങ്ങുന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉലുൽ അസ്മി എന്ന് പറയുന്ന, ഉലുൽ അസ്മി എന്ന് വെച്ചാൽ ദൃഢപ്രതിജ്ഞയുടെ ആൾക്കാർ. ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾ നേരിട്ടപ്പോൾ, പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ, ഭീഷണികൾ നേരിട്ടപ്പോൾ അതിനെയെല്ലാം ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ നേരിട്ടവർ എന്നൊക്കെയാണ് ഉലുൽ അസ്മി എന്നതിൻ്റെ അർത്ഥം. എല്ലാ പ്രവാചകന്മാരും എല്ലാ അംബിയാ മുർസലീങ്ങളും അതുതന്നെയാണ് നേരിട്ടതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 5 നബിമാരെ പ്രത്യേകം എടുത്ത് പറയുന്നത് കാണാം. ഈ 5 പേരും മുർസലീങ്ങളാണ്, റസൂലുമാരാണ്. അതായത് റിസാലത്ത് കൊണ്ടുവന്നവരാണ്. അതായത് അള്ളാഹുവിൻ്റെ സന്ദേശം നേരിട്ട് ലഭിച്ചവരാണ്, കിതാബ് ലഭിച്ചവരാണെന്നാണ് അർത്ഥം. നൂഹ് നബി അലൈഹി സ്വലാമിനെ ഖുർആൻ അവ്വലുർ റസൂൽ എന്നാണ് പരിചയപ്പെടുന്നത്, ആദ്യത്തെ റസൂൽ എന്നാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ നബി, ആദ്യത്തെ മനുഷ്യൻ ആദ്യത്തെ നബി ആവുന്നത് പോലെ, എന്നാൽ ആദ്യത്തെ റസൂൽ നൂഹ് നബി അലൈഹി സ്വലാമാണ്. നൂഹ് നബി അലൈഹി സ്വലാമിന് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്ന പോലെ 950-ലധികം വർഷം ദഅവത്ത് നടത്തുകയും ചെയ്യുന്നു. അതിനുശേഷം അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്ന സാഹചര്യത്തിൽ ബാക്കി വന്ന അനുയായികളെയും ഇണകളായ സൃഷ്ടിജാലങ്ങളെയും ഒന്നിച്ചുകൊണ്ട് കപ്പലിൽ നിന്ന് അവിടുന്ന് യാത്രയാവുന്ന, ഹിജ്റയാവുന്ന നൂഹ് നബി അലൈഹി സ്വലാമിനെ നമുക്കറിയാം. പിന്നീട് ധാരാളം പ്രവാചകന്മാർ അതിൻ്റെ ഇടയിൽ വന്നു. എന്തുകൊണ്ടാണ് ഹിജ്റ സംഭവിക്കുന്നതെന്നും ഖുർആൻ തന്നെ പല ഭാഗത്തും വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഇബാദത്തിലേക്കുള്ള ക്ഷണം, ഈ ഇസ്ലാമിലേക്കുള്ള ക്ഷണം, ഈമാനിലേക്കുള്ള ക്ഷണം, അതുപോലെ തന്നെ ഈ മനുഷ്യന്മാർ ചെയ്യുന്ന അക്രമങ്ങൾക്കെതിരെ ഇവരുടെ ദഅവത്ത്, അതായത് ഈ അക്രമങ്ങൾ നിർത്തണമെന്ന് പറയുന്ന ഇവരുടെ ആവശ്യകത, അതിനെയൊക്കെ തള്ളിക്കളയുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നു.
അതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നു, അവിടുന്ന് യാത്രയാവുന്നു. അതുകൊണ്ടാണ് ഈ നബിമാരെല്ലാം ഹിജ്റ ചെയ്യേണ്ടി വന്നത്. അതിൽ ഒരു നബി മാത്രമാണ് അള്ളാഹുവിൻ്റെ കൽപ്പന ഇല്ലാതെ ഹിജ്റയ്ക്ക് തയ്യാറായത്. അത് യൂനുസ് നബി അലൈഹിസ്സലാമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ പരീക്ഷണം ഏറ്റുവാങ്ങുകയും ഖുർആൻ വിശദീകരിക്കുന്നത് പോലെ ഭീമമായ ഒരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയും ചെയ്യുകയും ബാക്കിയുള്ള സംഭവങ്ങൾ നമുക്കറിയാം. ബാക്കി എല്ലാ നബിമാരും അള്ളാഹു തന്നെ പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് യാത്രയായവരാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉദാഹരണം അതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഉലുൽ അസ്മിൽ രണ്ടാമത്തെ പ്രവാചകനായി നബിയായി എണ്ണുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതം ആകമാനം ഹിജ്റയുടെ ചരിത്രമാണ്. എന്ന് പറയുന്ന മെസപ്പൊട്ടേമിയൻ നാഗരികതയിലെ സുപ്രധാനമായ നമ്രൂദ് എന്ന് പറയുന്ന രാജവംശത്തിൽ ഒരു ചക്രവർത്തി ഭരിക്കുന്ന ഒരു ഭാഗത്തു നിന്ന് അവിടുന്ന് പലവിധ പരീക്ഷണങ്ങൾ ഏൽക്കുകയും എന്നിട്ട് അവസാനം അവിടുന്ന് ഇന്നത്തെ ഇറാഖിലെ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ഇന്നത്തെ സൗദി അറേബ്യയുടെ മക്കൻ ഭാഗത്തേക്ക് വരുന്ന ആദ്യത്തെ ഹിജ്റ. പിന്നീട് അവിടുന്ന് അതിനു മുമ്പ് പല യാത്രകളെക്കുറിച്ച് നമുക്ക് ഹദീസുകളിൽ കാണാം. അദ്ദേഹം ഈജിപ്തിൽ പോകുന്നു. ഈജിപ്തിൽ അവിടെയും ദഅവത്ത് നടത്തുന്നതായി ചില പരാമർശങ്ങളുണ്ട്. അവിടുന്നാണ് ഹാജറ ബീവിയെ സമ്മാനമായി കിട്ടുന്നത്. പിന്നീട് അദ്ദേഹം തിരിച്ചു വരുന്നു. ഈ പശ്ചാത്തലത്തിലൊക്കെയാണ് കഅബയുടെ പുനരുദ്ധാരണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട സൂറ ബഖറയിൽ വിശദീകരിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് കഅബയ്ക്ക് വേണ്ടിയും അറബ് നാടുകൾക്ക് വേണ്ടിയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇജ്അൽ ഹാദാ ബലദൻ ആമിനൻ എന്നൊക്കെ പറയുന്ന ആ പ്രാർത്ഥന അവിടെ ഈ നാടിനും ഈ നാട്ടുകാർക്കും പടച്ചവൻ ഈ ഭക്ഷണങ്ങൾ നൽകണമേ എന്ന് പറയുന്ന പ്രാർത്ഥന. അവിടുന്ന് ഹാജറ ബീവിയെയും കൈക്കുഞ്ഞായി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും ബാക്കിയാക്കിയിട്ട് തിരിച്ച് ഷാം പ്രദേശത്തേക്കുള്ള ഹിജ്റ, അതായത് ദഅവത്തിനുള്ള അടുത്ത യാത്ര. അപ്പോഴാണ് നമുക്ക് ഹദീസുകൾ കാണാം, ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്, ഇത് പടച്ചവൻ പറഞ്ഞിട്ടാണോ എന്ന് പറയുമ്പോൾ അതേന്ന് പറയുമ്പോൾ എന്നാൽ ഹാജറ പറയും, എന്നാൽ പിന്നെ പടച്ചവൻ ഞങ്ങളെ കൈവിടിയില്ല എന്ന് മറുപടി പറയുന്നു. അങ്ങനെ ഷാം പ്രദേശത്തേക്ക് യാത്രയാവുന്നു. അങ്ങനെ ഒരുപാട് ഭാഗങ്ങളിൽ വലിയ പ്രദേശത്തിൽ ഒരുപാട് ദഅവത്ത് നടത്തിയ, ഒരുപാട് ഹിജ്റ നടത്തിയ നബി എന്ന നിലയിൽ നമുക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും ഫിസിക്കലായ ഹിജ്റ നടത്തിയ നബി എന്ന നിലയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കാണാം. കാരണം ഖുർആനിൽ അല്ലെങ്കിൽ ഇസ്ലാമിൽ രണ്ട് തരം ഹിജ്റകളുണ്ട്. ഒന്ന് ഫിസിക്കലായ ഹിജ്റയാണ്, മറ്റൊന്ന് മോറൽ ഹിജ്റ, അതായത് സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹിജ്റ നടത്തുക. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാം. അതിനുശേഷം ഒരുപാട് നബിമാരെ വീണ്ടും കാണുന്നു. പിന്നീട് മൂന്നാമതായി ഉലുൽ അസ്മായി എണ്ണിയ നബി അത് മൂസാ നബി അലൈഹി ഇസ്ലാമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കുഞ്ഞായ മൂസാ അലൈഹി ഇസ്ലാം, അതായത് മാതാവ് ആ പെട്ടിയിലാക്കി ഫിറോൻ്റെ കൊട്ടാരത്തിലേക്കുള്ള ഒരു യാത്ര. അവിടുന്ന് വളർന്നു വലുതായി യുവരാജാവ് വളരുന്നു. ആ ഈജിപ്തിൻ്റെ തെരുവോരങ്ങളിൽ ഒരു അടിയുണ്ടാവുന്നു. അടിയിൽ ഒരാൾ വധിക്കപ്പെടുന്നു. അത് അവിടുന്ന് അവസാനം അവിടുന്ന് പിന്നീട് മദായിൻ ഭാഗത്തേക്കുള്ള ഹിജ്റ. അവിടുന്ന് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്കാണ് പോയെന്നാണ് ചില മുഫസ്സിറുകൾ പറയുന്നത്. അതല്ല, വേറൊരു നിരീക്ഷണപ്രകാരം മറ്റൊരു മനുഷ്യനായിരുന്നു, ഒരു മഹാനായ ആ ഭാഗത്തെ ഗോത്ര നേതാവായിരുന്നു എന്ന് പറയുന്ന യുറാവേൽ എന്ന് പറയുന്ന ഒരാളുടെ പേരാണ് ബൈബിളിലൊക്കെ കാണുന്നത്. ചില പണ്ഡിതന്മാർ പറയുന്നത് ഷുഐബ് നബി അലൈഹി ഇസ്ലാം ആണെന്നാണ് മറ്റൊരു നിരീക്ഷണം. എന്താണെങ്കിലും ഒരു 10 വർഷക്കാലം അവിടെ ജീവിക്കുന്നു. അവിടുന്ന് പിന്നീട് ഈജിപ്തിലേക്കുള്ള യാത്ര, സിനായ് ഭാഗത്തേക്കും തൂർമലയിലേക്കും, അവിടുന്ന് നുബുവത്തിൻ്റെ അല്ലെങ്കിൽ ഫിറോൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറയുന്ന കൽപ്പന ഉണ്ടാവുന്നു. പിന്നീട് ഫിറോനിലേക്കുള്ള യാത്ര. ആ യാത്ര ഓരോ ഹിജ്റയ്ക്കും ഓരോരോ ലക്ഷ്യങ്ങൾ നമുക്ക് മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ കാണാം. ഫിറോൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഖൂലാ ലഹു ഖൗലൻ ലയ്യിന. മൂസാ അലൈഹി ഇസ്ലാമിനോടും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനോടും പറയുന്ന പ്രത്യേക കൽപ്പന മാന്യമായി വർത്തമാനം പറയണം, മൃദുലമായ വാക്കുപയോഗിക്കണമെന്നാണ്. ഫിറോനോട് സംസാരിക്കുമ്പോൾ പോലും മൃദുലമായ വാക്ക് പറയണമെന്ന് പറയുന്നു. പക്ഷേ മൂസാ അലൈഹി ഇസ്ലാമാണ്. അദ്ദേഹം അവിടെ ചെന്നിട്ട് അർസിൽ മാന ബനി ഇസ്രായേൽ എന്നാണ് പറയണം. അയക്കട എന്നുള്ള അർത്ഥമാണ്, കൽപ്പന രൂപമാണ്. അവിടെ ഒരു മൃദുലമായ സ്വരം നമുക്ക് അദ്ദേഹത്തിൻ്റെ കൽപ്പനയിൽ കാണാൻ കഴിയില്ല. കാരണം ഖുർആൻ പോലും അതാണല്ലോ ഉദ്ധരിക്കുന്നത്. ഞങ്ങളുടെ ഒപ്പം അയക്കുക എന്ന് പറയുന്ന ഒരു കൽപ്പനാരൂപമാണ്. കാരണം ഫിറോനുമായിട്ടുള്ള സംസാരങ്ങൾ മുഴുവനും ഈ മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ഈ ദൃഢത, അസ്മിൻ്റെ ആ ദൃഢതയെ നമുക്ക് ഖുർആനിൽ പലയിടത്തും കാണാം. എന്നിട്ട് ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ബനു ഇസ്രായേലെ അവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് ഫലസ്തീൻ ഭാഗത്തേക്കുള്ള യാത്ര. അങ്ങനെ ജീവിതത്തിലുടനീളം ഒരുപാട് ഹിജ്റ നടത്തിയ ജനിച്ച കുട്ടിയായ മൂസാ അലൈഹി ഇസ്ലാം അവിടെ മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ, വഫാത്ത് വരെയെങ്കിലും അദ്ദേഹം ഫലസ്തീനിൽ എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഖലീഫയായ യൂഷ ഇബ്നു നൂൻ പിന്നീട് പ്രവാചകനായിട്ടാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്.
അദ്ദേഹമാണ് ഈ ഇസ്രായേലികളെ ഫലസ്തീനിലെത്തിക്കുന്നത്. ഫലസ്തീനിലെത്തുന്നതിന് മുമ്പ് മൂസ അലൈഹി സ്വലാം വഫാത്താവുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം. എന്നാൽ അതായത് ജീവിതത്തിൻ്റെ അവസാനം വരെയും ഹിജ്റയുടെ ഒരാൾ എന്ന നിലയിൽ മൂസ അലൈഹി സ്വലാമിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാവാം ഉലുൽ അസ്ം എന്നതിൽ മൂന്നാമതായി മൂസ അലൈഹി സ്വലാമിനെ എണ്ണിയത്. പിന്നീട് ഈസാ അലൈഹി സ്വലാമാണ്. ഈസാ അലൈഹി സ്വലാമിൻ്റെ വിയോഗം ഒരു ഹിജ്റയുടെ ഭാഗമാണ്. ജീവിതത്തിൽ ഫലസ്തീനിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ദഅവത്തായി യാത്ര നടത്തിയ, ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ അവിടുന്ന് വിമർശനവും ഭീഷണി നേരിടുമ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് പോയി അവിടെ ദഅവത്ത് നടത്തുന്ന, അങ്ങനെ അന്ന് അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയിലുള്ള, അതായത് അദ്ദേഹത്തിൻ്റെ നിയോഗപരിധിയിലുള്ള ഫലസ്തീൻ ഒട്ടുഭാഗങ്ങളിലും ദഅവത്ത് നടത്തുകയും അവസാനം നമുക്കെല്ലാവരും അറിയുന്നത് പോലെ അദ്ദേഹത്തെ അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന ആ ഉയരത്തിൽ ആത്മീയമായ മറ്റൊരു ഹിജ്റയ്ക്ക് വിധേയനാവുന്ന ഈസാ അലൈഹി സ്വലാമിനെ നമുക്ക് കാണാം. ഇതിനിടയിൽ ഒരുപാട് നബിമാരുണ്ട്. അവരുടെ ജീവിതത്തിലും ഇതേപോലെ ഖുർആൻ പല ഉദാഹരണങ്ങൾ പറയുന്നത് കാണാം. ലൂത്ത് നബി അലൈഹി സ്വലാമിനെ കുറിച്ചും ആ നാട്ടിൽ നിന്ന് ശിക്ഷ വാങ്ങുമ്പോൾ അദ്ദേഹത്തെയും അടുത്ത അനുയായികളെയും കൊണ്ട് യാത്ര ചെയ്യാവുന്ന സംഭവമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇതേപോലെ തന്നെ ഇന്നി മുഹാജിറുൻ ഇലല്ലാഹ് എന്ന് പറയുന്ന, ഞാൻ അള്ളാഹുലേക്ക് ഹിജ്റയാവുന്നു എന്ന് പറയുന്നൊരു വർത്തമാനമുണ്ട്. അതാണ് രണ്ടാമത്തെ ഹിജ്റ. ഒന്ന് ഫിസിക്കലായ ഹിജ്റ, രണ്ട് ധാർമ്മികമായ ഹിജ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ ആരാണ് മുഹാജിർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അൽ മുഹാജിറു മൻ ഹാജറ നഹല്ലാഹ്. മുഹാജിർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മുഹാജിർ ആരാന്ന് വെച്ചാൽ അള്ളാഹു വിലക്കിയതിൽ നിന്ന് അകന്നു നിൽക്കുന്നവനാണ് മുഹാജിർ. അതിന് മുമ്പ്, ഈ വർത്തമാനം പറയുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മറ്റു മുസ്ലിങ്ങളെ അവൻ്റെ നാക്കിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷിക്കുന്നവനാരോ, ആരാണോ ഇവൻ്റെ നാക്കിൽ നിന്നും കയ്യിൽ നിന്നും സേഫാവുന്നതോ അവനാണ് മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ മുഹാജിർ മൻ ഹാജറ മാ നഹല്ലാഹു അൻഹു. അള്ളാഹു വിലക്കിയതിൽ നിന്ന് അകന്നു നിൽക്കുന്നവനാണ് മുഹാജിർ. ഏത് മുസ്ലിം എന്ന് പറയുന്ന സ്വഭാവ സവിശേഷതയോട് കൂടി ചേർത്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറിനെ വിശേഷിപ്പിച്ചത്. ഇതേ വർത്തമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രധാന പ്രഭാഷണത്തിൽ വിശദീകരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടുകാരോട്, സഹാബികളോട് ചോദിച്ചു, അലാ ഉഖ്ബിർക്കും ബിൽ മുഅ്മിൻ. മുഅ്മിൻ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. മുഅ്മിൻ മുസ്ലിം എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത്. മുഅ്മിൻ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അൽ മുഅ്മിൻ മൻ അമിനഹുൻ നാസു അലാ അംവാലിഹിം വ അൻഫുസിഹിം. മുഅ്മിൻ എന്ന് പറയുന്നത് ജനങ്ങൾ, പൊതുജനങ്ങൾ. നേരത്തെ ഹദീസിൽ മുസ്ലിമൂൻ എന്നാണ്. മുസ്ലിങ്ങൾ രക്ഷപ്പെടുമ്പോൾ ആരാണ് മുസ്ലിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്നും നാട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നത് അവനാണ് മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊരു ഖൗമി, ഒരു സാമുദായികമായ ഒരു വർത്തമാനമാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിനേക്കാളും ഏറ്റവും കൂടുതൽ പവർഫുള്ളായ പദമാണ് മുഅ്മിൻ. ആ മുഅ്മിൻ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മൻ ആമിനഹുൻ നാസ് അലാ അംവാലിഹിം വ അൻഫുസിഹിം. പൊതുവായ പൊതുജനം അവരുടെ ധനങ്ങളിൽ നിന്നും അവരുടെ ശരീരത്തിൽ നിന്നും ആര് സ്വതന്ത്രനാവുന്നോ, ആര് നിർഭയനാവുന്നോ അവനാണ് മുഅ്മിൻ. അതായത് ഒരാൾ മുഅ്മിനാവണമെങ്കിൽ അത് പൊതുജനത്തിന് ഇയാളിൽ നിന്ന് സേഫ്റ്റിയും സെക്യൂരിറ്റിയും ലഭിക്കണം. നമ്മളിൽ നിന്ന് ഒരാൾ ഭയം അനുഭവിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈമാനിന് പ്രശ്നമുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പഠിപ്പിക്കുന്നത്. നമ്മളിൽ നിന്ന് ഒരാളുടെ സ്വത്തിന് ഭീഷണി നേരിടുകയാണെങ്കിൽ അയാൾ ശരിയായ മുഅ്മിനാവുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പഠിപ്പിക്കുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം ഹജ്ജത്തുൽ വിദാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. വീണ്ടും മുഅ്മിനെ പറഞ്ഞതിന് ശേഷം മുസ്ലിം എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറിയും അള്ളാഹു പറയുന്നു. ജനങ്ങൾ ഇവൻ്റെ നാക്കിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു, അപ്പോഴാണ് അവനും മുസ്ലിം ആവുക എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൽ മുജാഹിദ്. ആരാണ് മുജാഹിദ്? മൻ ജാഹദ നഫ്സഹു ഫി തആത്തില്ലാഹ്. അള്ളാഹുവിനെ അനുസരിക്കുന്ന ആ ഒരു കാര്യത്തിൽ സ്വന്തത്തോട് ജിഹാദ് ചെയ്യുന്നവനാണ് മുജാഹിദ്. അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ വേറൊരാളോടും ഒരു പ്രശ്നം ചെയ്യാത്ത, അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം അനുസരിക്കുന്ന കാര്യത്തിൽ വേറെ എന്തൊക്കെ തൃഷ്ണകളുണ്ടെങ്കിൽ, വേറെ എന്തൊക്കെ ഇച്ഛകളുണ്ടെങ്കിൽ അതിനെയൊക്കെ തടുത്തു നിർത്തുന്ന, അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ മറയായി സ്വീകരിക്കുന്നവൻ അവനാണ് മുജാഹിദ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ പറഞ്ഞു വൽ മുഹാജിർ മൻ ഹാജറൽ ഖതായ വദുനൂബ.
മുഹാജിർ എന്ന് പറയുന്നത് ചെറിയ ചെറിയ കുറ്റങ്ങളും പാപങ്ങളിൽ നിന്നും ആരാണോ അകന്നു നിൽക്കുന്നത് അവനാണ് മുഹാജിർ. അതായത് ഇതിൻ്റെ ഒരു ശ്രേണി നിങ്ങൾ നോക്കുക. മുഅ്മിനിൽ നിന്ന് തുടങ്ങി മുസ്ലിമിലേക്കും അവിടെ നിന്ന് മുജാഹിദിലേക്കും അതിൽ നിന്ന് മുഹാജിറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദായിൽ നമ്മളെ വിശദീകരിക്കുന്നുണ്ട്. അതായത് മുഹാജിർ എന്ന് പറയുന്നത് ഫിസിക്കലായ ഒരു മൂവ്മെൻറ്റ് മാത്രമല്ല, തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും. ഖതീഅത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ തിന്മകൾക്കാണ്, ദൻബ് അത് ദുനൂബ് എന്ന് പറഞ്ഞാൽ പാപങ്ങൾക്കാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാജറ മാ നഹല്ലാഹു അൻഹു, അള്ളാഹ് എന്തൊക്കെ വിലക്കിയോ അതിൽ നിന്ന് അകന്നു നിൽക്കുന്നവൻ. അപ്പോൾ മുഅ്മിനിൻ്റെ ഒരു സിഫത്തായി ഒരു ഉപമയായി മുഹാജിറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ നമ്മെ പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ ഒരു മൂവ്മെൻറ്റ് മാത്രമല്ല, നമ്മൾ സ്വയം തന്നെ മാറുന്ന ഒരു മാറ്റത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറിൻ്റെ ഭാഗമായി വിശേഷണമായി ഉൾപ്പെടുത്തിയതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഖുർആനിൽ പല ഭാഗങ്ങളിലും മുഹാജിറുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നുണ്ട്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള ഹിജ്റയുടെ ആ വേളയിൽ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ഭാഗത്ത് ഖുർആൻ പറയുന്നത് സാനിൽ ഇസ്നൈൻ, രണ്ടിൽ ഒരാൾ ഭയപ്പെട്ടു. അപ്പോൾ അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു. മുശ്രിക്കുകൾ ശത്രുക്കൾ ചുറ്റുപാടും അന്വേഷിക്കുകയാണ്. ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റുന്ന തരത്തിലേക്കാണ് ആ ഗുഹയുടെ ഒരു രീതി പോലും. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഭയക്കണ്ട, പടച്ചവൻ നമ്മളോടൊപ്പമുണ്ട്. ഹിജ്റയുടെ പ്രധാന ആശയം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നതിനോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ മഅയ്യത്താണ്, അള്ളാഹുവിൻ്റെ സാമീപ്യമാണ്. ശരിയായ ഒരു മുഹാജിറിന് അള്ളാഹുവിൻ്റെ സാമീപ്യം ഉണ്ടാകുമെന്നാണ് അർത്ഥം. ഇന്നല്ലാഹു മഅൽ മുത്തഖീൻ എന്ന് പല രീതിയിലും അള്ളാഹു ആരോടൊപ്പമാണ് എന്ന തരത്തിലുള്ള പല ഭാഗങ്ങൾ ഖുർആൻ വിശദീകരിക്കുന്നത് കാണാം. അള്ളാഹു മുഹ്സിനുകളെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു മുത്തഖീകൾക്കൊപ്പമാണ് എന്ന് പലതരത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മഅയ്യത്ത്, അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുന്നവർ ആർക്കാണ് ലഭിക്കുക? അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർക്കാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്കാണ്, അള്ളാഹു എൻ്റെ കൂടെയുണ്ട് കരുതുന്നവർക്കാണ്. മൂസ അലൈഹി ഇസ്ലാമും പോലും ഹിജ്റയുടെ സന്ദർഭത്തിൽ എന്താണ് പറഞ്ഞത്? ഇന്ന മായ റബ്ബി സഹദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. എപ്പോഴാണ് പറഞ്ഞത്? മുമ്പിൽ ചെങ്കടലും പിറകിൽ ഫിറൗൻ്റെ സൈന്യം വരുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന രക്ഷിച്ചു കൊണ്ടുവന്ന ഇസ്രായേലി സമൂഹം പറഞ്ഞു, ഇന്നാല മുദ്രക്കൂൻ, ആ പടച്ചോനെ ഞങ്ങൾ പെട്ടു എന്നിട്ട് ബൈബിളിൻ്റെ വിശദീകരണ പ്രകാരം ഈ ഇസ്രായേൽ മൂസ അലൈഹി ഇസ്ലാമിനെ പഴിക്കാൻ തുടങ്ങിയെന്നാണ്. നീ എന്ത് പണിയാണ് കാണിച്ചത്, ഞങ്ങളിങ്ങനെ കുഴപ്പത്തിലാക്കാനാണെന്നൊക്കെ പറഞ്ഞ കഥകൾ ഒരുപാട് വിശദീകരിക്കുന്നു ബൈബിളിൽ. അപ്പോഴാണ് അതായത് ഹിജ്റയുടെ സാഹചര്യത്തിലാണ് ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞതുപോലെ മൂസ അലൈഹി ഇസ്ലാം ബനു ഇസ്രായേലിനോട് പറയുന്നത് എന്താ? എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട്, എനിക്കവൻ വഴി കാണിച്ചു തരും. അതായത് അക്ഷരാർത്ഥത്തിൽ അള്ളാഹുവിൽ മുഴുവൻ ഭരമേൽപ്പിക്കുന്ന, അള്ളാഹുവിനെ മുഴുവൻ വിശ്വസിക്കുന്ന, മുഴുവനായും അള്ളാഹുവിനോട് കമ്മിറ്റ് ചെയ്യുന്ന ഒരു വിശ്വാസി, അവനാണ് മുഹാജിർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് ഹിജ്റയുടെ സന്ദർഭത്തിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ആ ഹിജ്റ ചെയ്ത് പിന്നീട് ഖുർആൻ പല ഭാഗങ്ങളിൽ മുഹാജിറുകളുടെ ഗുണങ്ങൾ വിശദീകരിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. അത് സൂറ നഹ്ലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സുമ്മ ഇന്ന റബ്ബക ലില്ലദീന ഹാജറു മിൻ ബഅദി മാ ഖുതിലു സുമ്മ ജാഹദു വസബറു ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം. സൂറത്തുൽ നഹ്ലിലെ 110-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അതായത് ഈ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ പേരിൽ, അതായത് കൊല്ലപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഹിജ്റയായവർ, അതിനുശേഷം അവർ ജിഹാദ് ചെയ്യുകയും അതിൻ്റെ കൂടെ അവർ സബ്ർ പാലിക്കുകയും ചെയ്തവർ, ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം, അങ്ങനെയുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എക്കാലവും ഗഫൂറും റഹീമുമായി മാറുമെന്ന് പറഞ്ഞു. അതായത് ഹിജ്റ അതിൻ്റെ കൂടെ സബ്ർ വേണമെന്നാണ് അർത്ഥം. സബ്റില്ലാതെ ഹിജ്റയുണ്ടാവുകയില്ല. ഹിജ്റയ്ക്ക് നിയ്യത്ത് വേണം. ലോകപ്രശസ്തമായ ഹദീസാണ്, നമ്മളെല്ലാവരും ഒരുപോലെ പറയുന്ന ഹദീസാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അത് ഹിജ്റയുമായി ബന്ധപ്പെട്ട് ആ കോണ്ടക്സ്റ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസാണ്. അതിൻ്റെ പുറകിലൊരു കഥയുമുണ്ട്. നമ്മളറിയേണ്ടത് ഖുർആൻ മാത്രമല്ല സബബുൻ നുസൂൽ, പശ്ചാത്തലങ്ങളുള്ളത്. ഹദീസുകൾക്കും ചില പശ്ചാത്തലങ്ങളുള്ള ഹദീസുകളുണ്ട്. ഈ ഹദീസിൻ്റെ പശ്ചാത്തലം അത് മുഹാജിർ ഉമ്മു ഖൈസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ലികുല്ലി ഇംറിഇൻ മാ നവ എന്ന് പറയുന്ന, അതായത് എല്ലാ അമലുകൾക്കും പുറകിൽ എന്തുണ്ട്? നിയ്യത്ത് വേണം, നിയ്യത്തുണ്ട്.
എല്ലാവർക്കും അതതിൻ്റെ നിയ്യത്ത് പ്രകാരം ലഭിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറയുന്നത്, ആര് അള്ളാഹുവിനും റസൂലിനും വേണ്ടി ഹിജ്റ ചെയ്യുന്നുവോ അവന് അത് ലഭിക്കും. ആര് സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് ഹിജ്റ ചെയ്യുന്നുവോ അവന് അത് ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ സംഭവം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വിശ്വാസിനിയായ ഉമ്മു ഖൈസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ ഹിജ്റ ചെയ്തു. അവരെ വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു മനുഷ്യനും ഇത് കണ്ടിട്ട് അവരുടെ കൂടെ ഹിജ്റ ചെയ്തു. ഇതറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടഞ്ഞില്ല, വരണ്ട എന്നും പറഞ്ഞില്ല. പകരം പറഞ്ഞത് പൊതുവായി എല്ലാവരോടും പറഞ്ഞു, അവൻ്റെ ഉദ്ദേശം ആ സ്ത്രീയാണ് വിവാഹം കഴിക്കുന്നത്, അത് കിട്ടും, പക്ഷേ അള്ളാഹുവിനും റസൂലും വേണ്ടിയുള്ള ഹിജ്റ ലഭിക്കില്ല എന്ന രീതിയിൽ പറഞ്ഞു. ഇവിടെ മറ്റൊരു പോയിൻ്റ് അയാളെ തടഞ്ഞില്ല എന്നതാണ്. അയാളുടെ ആഗ്രഹത്തെ അത് പൂർത്തീകരിച്ചു കൊടുത്തു എന്ന് നമുക്ക് പിന്നീട് വിശദീകരിക്കുന്നത് കാണാം. എന്നായാലും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അത് ഹിജ്റയുടെ പശ്ചാത്തലത്തിലാണ്. എല്ലാ ഹിജ്റയ്ക്കും നിയ്യത്ത് വേണം. നിയ്യത്ത് മാത്രം പോരാ, അവർ ജിഹാദിൻ്റെ വഴിയിലാവണം. ഹിജ്റയ്ക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഹിജ്റയാവണം, അല്ലെങ്കിൽ ശരിയായ മാർഗത്തിലുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഹിജ്റ, അല്ലെങ്കിൽ അൽ ജിഹാദ് ഫീ സബീലില്ലാഹ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ശരിയായ വഴിയിലുള്ള ഉദ്ദേശം, സുന്ദരമായ നല്ല ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള നന്മ ലക്ഷ്യം വെക്കുന്ന എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾക്കും അതാണ് അൽ ജിഹാദ് ഫീ സബീലില്ലാഹ് എന്ന് പറയണം. അള്ളാഹുവിൻ്റെ വഴി നന്മയുടെ വഴിയാണ്. അള്ളാഹുവിൻ്റെ വഴി നല്ലതിൻ്റെ വഴിയാണ്. അള്ളാഹുവിൻ്റെ വഴി നല്ല ഉദ്ദേശത്തിൻ്റെ വഴിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഹിജ്റയോടൊപ്പം തന്നെ ജിഹാദും അതിൻ്റെ കൂടെ തന്നെ സബറും ചേർത്ത് പറഞ്ഞത്. അങ്ങനെയുള്ളവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറും റഹീമുമാവുമെന്ന് സൂറത്തുൽ നഹ്ലിൽ വിശദീകരിക്കുന്നത് കാണാം. അതിൻ്റെ കൂടെ സൂറത്തുൽ ഹജ്ജിൽ 58-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ ഹിജ്റയുമായി ബന്ധപ്പെട്ട വർത്തമാനം പറയുന്നുണ്ട്. വല്ലദീന ഹാജറു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തവർ, സുമ്മ ഖുതിലു വ മാതു ഔ മാതു, അവർ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മരണമടയുകയോ ചെയ്തു. ലയർസഖുമുല്ലാഹു റിസ്ഖൻ ഹസന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഏറ്റവും നല്ല വിഭവം നൽകുന്നവനായിരിക്കും. വ ഇന്നല്ലാഹ ലഹു ഖൈറുർ റാസിഖീൻ, കാരണം അല്ലാഹു ഏറ്റവും നന്നായി വിഭവം നൽകുന്നവനാണ് എന്ന് ഇവ പറയുന്നത്. അതായത് ഷഹാദത്തുമായി ബന്ധപ്പെട്ട വർത്തമാനമാണ് ഇവിടെ പറയുന്നത്. ഹിജ്റയുടെ വഴിയിൽ ആരെങ്കിലും ഷഹീദാവുകയാണെങ്കിൽ, ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഷഹാദത്തിൻ്റെ ഓപ്ഷനാണ് പറയുക. കാരണം നമുക്ക് ഖുർആൻ മറ്റുപടുത്ത് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരെ നിങ്ങൾ മരിച്ചു എന്ന് പറയരുത്. അവർ അള്ളാഹുവിൻ്റെ അടുത്ത് വിഭവം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ വിദ്യ അന്വേഷിച്ചുകൊണ്ട് ആ യാത്രയിൽ മരിച്ചാൽ അയാൾ ഷഹീദിൻ്റെ പുണ്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതായത് നന്മ അന്വേഷിച്ചുള്ള ഏതൊരു യാത്രയും ഹിജ്റയുടെ ഭാഗമായിട്ടാണ്, ജിഹാദിൻ്റെ ഭാഗമായിട്ടാണ്, ഷഹാദത്തിൻ്റെ ഭാഗമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. അതെല്ലാം അതായത് ഈ മോറലായ ഒരു ഹിജ്റയെ കുറിച്ചിട്ടാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. ഇതേപോലെ ഖുർആൻ മറ്റ് പല ഭാഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാം. ഇതിൻ്റെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന ഭാഗം സൂറത്തുൽ അറാഫിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അതായത് എന്താണ് മുഹാജിർ, എന്താണ് ഹിജ്റ, മോറലായ ഹിജ്റയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗത്താണ് ഈ ആയത്ത് കൈകാര്യം ചെയ്തത്. നമ്മൾ സാധാരണ ദുആഉൽ ഇഫ്തിതാഹിൽ ഫാത്തിഹയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥനയിൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് ഈ സൂറത്തിൽ നിന്നെടുത്ത പ്രാർത്ഥനയാണ്. എന്നിട്ട് അതിന് ശേഷം എന്താണ് പറയുന്നത്, ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ മുമ്പനാണ്, ഞാൻ ഒരു ശിർക്കും ചെയ്യുന്നവനല്ല എന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കുകയാണ്. അതായത് ജീവിതത്തിലുടനീളം ഒരു മുഅ്മിൻ മുഹാജിറായി മാറുന്നു. തിന്മയിൽ നിന്ന് മാറ്റുന്ന എൻ്റെ സ്വലാത്തും എൻ്റെ ആരാധനാ കർമ്മങ്ങളും നുസുക്കും, വ മഹ്യായ എൻ്റെ ജീവിതവും, വ മമാതി എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്ത് അല്ലെങ്കിൽ ഫാത്തിഹ എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിജ്ഞയ്ക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു പ്രതിജ്ഞയാണ് ഈ പ്രതിജ്ഞ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ എല്ലാ നമസ്കാരങ്ങളിലും ഫർളായ ഫാത്തിഹയിൽ നമ്മൾ പ്രതിജ്ഞ ചെയ്യാറുണ്ട്. അള്ളാഹുവിന് മാത്രമേ നമ്മൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ സഹായം ചോദിക്കുകയുള്ളൂ, നമ്മൾ നിരന്തരം പ്രതിജ്ഞ ചെയ്യുന്നു. അത് ഫർളായ പ്രതിജ്ഞയാണ്.
അതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി നമ്മെ പഠിപ്പിച്ചത് ആ പ്രാർത്ഥനയിലുള്ളതാണ്. എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ നമസ്കാരവും എൻ്റെ സകലവിധ ആചാരാനുഷ്ഠാനങ്ങളും പടച്ചവനെ നിനക്കുള്ളവനാണ്. ലാ ശരീക ലഹു വബിദാലിക ഉമിർത്തു, ഞാൻ ഇത് ചെയ്യാനാണ് കൽപ്പിക്കപ്പെട്ടുള്ളത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ എന്ന് പറഞ്ഞു. വയുഖീമുസ്സലാത്ത വയുതു സകാത്ത് വദാലിക ദീനുൽ ഖയ്യിമ. സൂറത്തുൽ ബയ്യിനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നമ്മളോട്, പ്രവാചകന്മാരോട് അല്ലെങ്കിൽ മുൻകാല സമൂഹങ്ങളോട് എന്താണ് അല്ലാഹ് കൽപ്പിച്ചിട്ടുള്ളത്, എന്ത് മാത്രമാണ് കൽപ്പിച്ചത്? വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ മാത്രം, മുഖ്ലിസീന ആത്മാർത്ഥമായി നിഷ്കളങ്കമായി, ലഹുദ്ദീൻ ഹുനഫാ നേരായ വഴിയിലൂടെ. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും വിശദീകരിക്കുന്നത് കാണാം. ഇതാണ് മുഹാജിർ. ജീവിതത്തിൽ നമ്മൾ ഏത് തരം ഹിജ്റ ചെയ്യണമെന്നാണ് പറയുന്നത്. അവിടെ മോറല ഹിജ്റ എന്ന് പറയുന്നത് ജീവിതം മുഴുവനും അല്ലെങ്കിൽ നമ്മുടെ മരണം മുഴുവനും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ മുഴുവൻ ആക്ഷനും അത് നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാവുക, അള്ളാഹു എന്ന നീയത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് മാവുക, അത് പ്രതിജ്ഞയായി കൊണ്ടു നടക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് മോറൽ ഹിജ്റയുടെ ഒരു ചെറിയ വിശദീകരണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയത്തിൽ മറ്റൊരു കാര്യം കൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മളറിയണം, ഹിജ്റ എന്ന് പറയുന്നത് എല്ലാ മുസ്ലിങ്ങളും ഹിജ്റ ചെയ്തു എന്ന് നമ്മൾ കരുതേണ്ടതില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ മുസ്ലിങ്ങളെയും, ഇസ്ലാം സ്വീകരിച്ച വിശ്വാസികളെയും ഹിജ്റ ചെയ്യിപ്പിച്ചിട്ട് അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹുമായി ഹിജ്റ ചെയ്തു എന്നാണല്ലോ നമ്മൾ സ്വതവേ വിശദീകരിക്കുക. അല്ലെങ്കിൽ അവസാനമായി അലി റളിയല്ലാഹു അൻഹു വന്നു എന്നാണ് നമ്മൾ സ്വതവേ പഠിക്കുന്ന വിഷയം. പക്ഷെ അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷവും അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലും കുറേ വിശ്വാസികൾ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അവർ പലരും അവിടെ തന്നെ ജീവിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചവരായിരുന്നു. അതായത് ഈ യുദ്ധങ്ങൾക്കൊക്കെ ഇടയിൽ പോലും കുറേ ആൾക്കാർ അവിടെ തന്നെ നിന്ന സന്ദർഭങ്ങളുണ്ട്. സൂറത്തുൻ നിസായിൽ അവരെക്കുറിച്ചുള്ളൊരു പരാമർശം കൂടി നടത്തുന്നുണ്ട്. അതായത് അവരവിടെ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഭീഷണിയൊന്നുമില്ല, പ്രത്യേകിച്ച് അവരുടെ സമ്പത്തിനോ ശരീരത്തിനോ വിശ്വാസത്തിനോ ഭീഷണിയൊന്നുമില്ല. അപ്പോൾ ഹിജ്റ ചെയ്യേണ്ടതില്ല എന്ന് കരുതി ജീവിച്ച കുറേ ദുർബലരായ വിശ്വാസികളെക്കുറിച്ച് സൂറത്തുൽ നിസായിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഹിജ്റയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നത്. സൂറത്തുൽ നിസായിലെ 97, 99, 98, 99 ആയത്തുകളിലാണ്. പിന്നീട് അതിനുശേഷം 100, 101 വരെ ഈ വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടി വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസഹും ഖാലൂ ഫീമ കുന്തും. ഈ മരണമടഞ്ഞു കഴിഞ്ഞാൽ അവരോട് മലക്കുകൾ, സ്വയം അക്രമം പ്രവർത്തിച്ചവർ, അതായത് ഹിജ്റ ചെയ്യാതെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവർ അവരോട് ചോദിക്കും, ഫീമ കുന്തും, നിങ്ങൾ ഏതൊരവസ്ഥയിലായിരുന്നു? അപ്പോൾ അവർ പറയും, ഖാലൂ കുന്നാ മുസ്തളഈഫീന ഫിൽ അർദ്, അപ്പോൾ ഞങ്ങൾ ദുർബലരായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഹിജ്റ ചെയ്തില്ല. ഹിജ്റ ചെയ്യാനുള്ള സാഹചര്യവും സൗകര്യവും ഒക്കെ ഉണ്ടായിട്ട് ഹിജ്റ ചെയ്യാതെ അവരോട് വിചാരണ ചെയ്യുമ്പോൾ അവരിങ്ങനെ പറയും, ഞങ്ങൾ ദുർബലരായത് കാരണം ഞങ്ങൾ ഹിജ്റ ചെയ്തില്ല എന്ന് ന്യായം പറയും. അപ്പോൾ അള്ളാഹു മലക്കുകൾ അവരോട് ചോദിക്കും, ഖാലൂ അലം തകുൻ അർളുല്ലാഹി വാസിഅ, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ എന്ന് മലക്കുകൾ അവരോട് ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്നല്ലാഹു പറയുന്നു. അപ്പോൾ എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫതുഹാജിറു ഫീഹ, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമായിരുന്നു, നിങ്ങൾക്ക് അങ്ങോട്ട് ഹിജ്റ ചെയ്യാമായിരുന്നു, പക്ഷെ നിങ്ങൾ ഹിജ്റ ചെയ്തില്ല. എന്നിട്ട് ഫഉലൈക മഅ്വാഹും ജഹന്നം, അവരുടെ സങ്കേതം നരകമായിരിക്കും. വസാഅത് മസീറ, എത്ര മോശകരമായ അവസ്ഥയാണ് അവർക്ക് എത്തിച്ചേർന്നത് എന്ന് അള്ളാഹു പറയുന്നത്. അതായത് ഹിജ്റ ചെയ്യാൻ സൗകര്യമുണ്ടായിട്ടും ഹിജ്റ ചെയ്യാതെ അവിടെ തന്നെ തങ്ങിയിരുന്ന ദുർബലരായ ചില വിശ്വാസികളെ ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. തഫ്സീറുകളിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ മുനാഫിഖ് എന്നൊക്കെയാണ് വിശദീകരിക്കുന്നത്. മുനാഫിക്കുകളായ ആൾക്കാരായിരുന്നു എന്നൊക്കെ എല്ലാ തഫ്സീറും പറയുന്നുണ്ട്. കാരണം ചെയ്യാൻ പറ്റിയിട്ടും ചെയ്യാതിരുന്ന ആൾക്കാരെ എങ്ങനെയാണ് പറഞ്ഞത്. അതിനൊരു ഫിഖ്ഹി വിശദീകരണം മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അതായത് ശരിയായ ഒരു ഇസ്ലാമിക ഭരണകൂടം ഒരിടത്തുണ്ടായിരിക്കെ ആ ഭരണകൂടം ഈ മനുഷ്യന്മാരെ അങ്ങോട്ട് ക്ഷണിക്കുന്ന സാഹചര്യത്തിലും അങ്ങോട്ട് ചെല്ലുന്നതിൽ യാതൊരു തടസ്സമില്ലാത്ത അവസ്ഥയിലും പോവാൻ മടിച്ചിട്ട് തങ്ങളുടേതായ സുഖ സൗകര്യങ്ങളിൽ അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെയാണ് അള്ളാഹു ഈ വിഷയത്തിൽ നരകത്തിലെത്തിച്ചേരുമെന്ന് പറയുന്നത്. അതല്ലാതെ വരാൻ പറ്റാത്ത ആൾക്കാരെ കുറിച്ചിട്ടല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നു, ഇല്ലൽ മുസ്തളഈഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ, എന്നാൽ വളരെ ദുർബലരായ
ആണുങ്ങളിലും പെണ്ണുങ്ങളിലും കുട്ടികളിൽപ്പെട്ട ആൾക്കാരെ കുറിച്ചിട്ടല്ല ഈ പറയുന്നത് എന്ന് അള്ളാഹു ഒരു എക്സെപ്ഷൻ ആയിട്ടും പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. സൗകര്യമുണ്ടായിട്ട് പോകാൻ പറ്റാത്തവരെയാണ് നരകം അവർക്ക് സങ്കേതമായി ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ലാ യസ്തതിഊന ഹീലത്തം വലാ യഹ്നൂന സബീല, ഒരു മാർഗവും അവർക്കില്ല, ഒരു വഴിയും അവരുടെ മുമ്പിലില്ല. അങ്ങനെയുള്ളവരെ കുറിച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത്. പകരം സൗകര്യങ്ങൾ ഉണ്ടായിട്ട് ഇസ്ലാമിക നാടിലേക്ക് നബീൻ്റെ അടുത്തേക്ക് ഹിജറ ചെയ്യാത്തവരെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഫഉലൈക അസല്ലാഹു യഅഫു അൻഹും, അങ്ങനെയുള്ളവർക്ക് അള്ളാഹു ചിലപ്പോൾ പുറത്തു കൊടുത്തേക്കാം. കാരണം അവർക്കും ഓപ്ഷൻ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യണമെന്നാണ് ചിലപ്പോൾ എന്ന് പറഞ്ഞത്. അസല്ലാഹു യഅഫു എന്ന് പറഞ്ഞത് പുറത്തു കൊടുത്തേക്കാം. അതായത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർ പോലും ഇസ്ലാമിൻ്റെ നാടിലേക്ക്, ദാറുൽ ഇസ്ലാമിലേക്ക് യാത്ര ചെയ്യണമെന്നാണ് പറയണത്. എന്നിട്ട് പറഞ്ഞു വക്കാനല്ലാഹു അഫുവൻ ഗഫൂറ, അവരുടെ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹ് പറയുന്നു അവരുടെ കാര്യത്തിൽ അള്ളാഹു പുറത്തു കൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും കഴിയുന്നവനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റ ചെയ്യുന്നവനെക്കുറിച്ച് ഡയറക്റ്റായി വിശദീകരിക്കുന്നു. മൻ യുഹാജിറു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലേക്ക് ഹിജ്റ ചെയ്യുന്നവൻ, യജിദ് ഫിൽ അർളി മുറാമൻ കസീറൻ വസ, ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലേക്ക് ഹിജ്റ ചെയ്യുന്നവൻ, വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി സുമ്മ യുദ്രിക്കുൽ മൗത്ത് ഫഖദ് വഖഅ അജ്റഹു അലല്ലാഹ്, അതായത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് ഹിജ്റ ചെയ്യുകയും ആ മാർഗ്ഗത്തിൽ മരണമടയുകയും ചെയ്യുകയാണെങ്കിൽ അവൻ അള്ളാഹു അജ്ർ, പ്രതിഫലം ഒരുക്കി വച്ചിരിക്കുന്നു. വക്കാനല്ലാഹു ഗഫൂറ റഹീമ, അള്ളാഹു അവരുടെ കാര്യത്തിൽ ഗഫൂറും റഹീമുമാകുന്നു എന്ന് ഖുർആനിൽ പ്രത്യേകം എടുത്ത് വിശദീകരിക്കുന്നത് കാണാം. അതായത് ഞാൻ പറഞ്ഞത് എല്ലാ മനുഷ്യന്മാരും ഇസ്ലാം സ്വീകരിച്ചവർ എല്ലാവരും ഹിജ്റ ചെയ്ത സംഭവമല്ല. ഖുർആൻ ഹിജ്റ ചെയ്യാത്ത ദുർബലരായ വിശ്വാസികളെ കൈകാര്യം ചെയ്യുന്ന സംഭവം കൂടാണ് ഇവിടെ പറയുന്നത്. ഇതിനുശേഷം ഖുർആനിൽ പല ഭാഗത്തും മുഹാജിറുകളായ ആൾക്കാരെ എങ്ങനെ സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ട്. അവിടെയാണ് നമുക്ക് മദീനയിലേക്ക് വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്തവരെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നമുക്ക് പഠിക്കേണ്ടത്. മറ്റൊരു കാര്യം, ഹിജ്റ എന്നത് ഒരു ഒളിച്ചോട്ടമായിരുന്നു. നബിയുടെ പലായനമായും ഒരു ഭയന്ന് ഒരു ഭാഗത്തു നിന്ന് രക്ഷ തേടിയിട്ടുള്ളൊരു പലായനമായിട്ടൊക്കെയാണ് പൊതുവെ വിശദീകരിക്കാറ്. അങ്ങനെ ആയിരുന്നു ഹിജ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്തത് പ്ലാനൊന്നുമില്ലാതെ ആയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2 അഖബ ഉടമ്പടികൾ അതിന് മുമ്പ് സംഭവിച്ചു. ഹജ്ജിനായിട്ട് വരുന്ന ആദ്യം 10-12 പേര് വന്ന മദീനക്കാരെ യസ്രിബ് എന്ന് പറയുന്ന, മദീനയ്ക്ക് മുമ്പുള്ള യസ്രിബ് എന്ന് പറയുന്ന ആ നാട്ടുകാരെ വിളിക്കുകയും അവരോട് ദഅവത്ത് നടത്തുകയും അവരിൽ നിന്ന് കരാറ് വാങ്ങുകയും അവർ തിരിച്ച് യസ്രിബിലേക്ക്, അതായത് പിന്നീട് മദീനയിലേക്ക് പോവുകയും അടുത്ത പ്രാവശ്യം 75ഓളം ആൾക്കാരുമായി തിരിച്ചു വരികയും ചെയ്ത സംഭവം. എത്ര ഗുണം വലുതായി മിനുകൾ. അവരുടെ വീണ്ടും 2ാം അഖബ ഉടമ്പടി അടുത്ത വർഷം ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് മിസ്അബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന പ്രധാനിയായ സഹാബിയെ മദീനൻ ഭാഗത്തേക്ക് ദഅവത്തിനായി അയക്കുന്നത്. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹിജ്റ ചെയ്യിപ്പിക്കുന്നുണ്ട്, അബസീനയിലേക്ക്. അവിടെ സുരക്ഷിതമായിരുന്നെങ്കിൽ അങ്ങോട്ട് പോലും പോകുമായിരുന്നു എന്ന് പറയുന്ന ചില റിപ്പോർട്ടുകൾ പോലുമുണ്ട്. പിന്നീടാണ് മദീനൻ ഭാഗം സൗകര്യം ഒരുങ്ങിയതും കുറച്ചും കൂടി അടുത്ത ഭാഗമായതുകൊണ്ടും എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഒരുങ്ങിയതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോകുന്നത്. അതായത് പ്രീ പ്ലാൻഡായ പരിപാടിയായിരുന്നു എന്നത്. പോകുന്നതിന് മുമ്പ് പോലും അലി റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം കട്ടിലിൽ കിടത്തിക്കൊണ്ട് അവിടുന്ന് ആൾക്കാരുടെ കണ്ണിൽ നിന്ന് അള്ളാഹു മറയിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണല്ലോ യാത്ര പോലും ചെയ്യുന്നത്. അതും പ്ലാൻഡായിരുന്നു. അതുമാത്രമല്ല, മദീനയിലേക്കുള്ള സ്ഥിരമുള്ള യാത്ര മക്കയിൽ നിന്ന് വടക്കോട്ടുള്ള യാത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്തത് മക്കയിൽ നിന്ന് തെക്കോട്ട് യാത്ര ചെയ്തു. അതായത് എല്ലാവർക്കും അറിയാം, മദീനയിൽ പോകണമെങ്കിൽ വടക്കോട്ട് പോകണം. അതുകൊണ്ട് എല്ലാ നബീനെ അന്വേഷിക്കുന്ന ശത്രുക്കൾ പോലും വടക്കോട്ടുള്ള യാത്രയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തപ്പിയത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്ലാനിങ് ഭാഗമായി തെക്കോട്ട് പോയിട്ട് അവിടുന്ന് വളഞ്ഞാണ് പിന്നീട് വടക്കോട്ട് പോയത്. അതുമാത്രമല്ല, ഹിജ്റ ചെയ്യുന്ന സന്ദർഭത്തിൽ ഉറൈഖത്ത് പറയുന്ന ഒരു മുശ്രിക്കിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട്, മുസ്ലിം ആവാത്ത ഒരു മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒട്ടകത്തിൻ്റെയും കുതിരയുടെയും കാൽപ്പാടുകൾ മായ്ക്കുവാൻ അയാളെ നിയോഗിക്കുകയും ചെയ്തു, കണ്ടെത്താതിരിക്കുവാൻ വേണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്ത്, അതായത് ഒരുപാട് പ്ലാനിങ്ങുകളുടെ ഒരു കൂട്ടം തന്നെ നബിയുടെ ഹിജ്റയിൽ കാണാം. അപ്പോൾ ഇതൊക്കെയും വെറുതെ ഒരു ഒളിച്ചോട്ടം മാത്രമായിരുന്നില്ല. അതും പോട്ടെ, ഹിജ്റയുടെ ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ കാണാം. ഭയന്നിട്ടായിരുന്നില്ല. ദുർബലരായ സ്വന്തം ശരീരത്തെ നോക്കേണ്ടുന്ന ഒരു സംഘമായിട്ടാണ് എല്ലാവരെയും അയച്ചതെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു പോയത് ഒറ്റയ്ക്കാണ്.
കഅബയുടെ മുമ്പിൽ പോയി ഉച്ചത്തിൽ പറഞ്ഞു, ഇതാ ഞാൻ ഹിജ്റ പോകുന്നു, ആർക്കെങ്കിലും തടയണമെങ്കിൽ വാ. വാപ്പാക്ക് മക്കൾ വേണ്ടെങ്കിൽ, മക്കൾക്ക് വാപ്പമാരെ വേണ്ടെങ്കിൽ, ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ ആർക്കും വേണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് സകല അമ്പും വില്ലും എടുത്തുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ധൈര്യപൂർവ്വം യാത്ര ചെയ്ത ഒരു ഹിജ്റയും നമ്മുടെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട്. അതായത് നബിയുടെ മക്കയിലുള്ളപ്പോൾ തന്നെയാണ് ഉമർ അള്ളാഹുവിന് ഹിജ്റ പോകുന്നത്. അത് ഉമർ അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരുപക്ഷെ ഹിജ്റയാവാം. ഹിജ്റയ്ക്ക് പല രൂപങ്ങളുണ്ട്, ഒന്ന് ഇതും കൂടാണ്. അപ്പോൾ ആ പ്ലാനോടുകൂടി യാത്ര ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തുന്നതോടുകൂടി, അതായത് യസ്രിബിൽ എത്തുന്നതോടുകൂടി അവിടുത്തെ ഭരണാധികാരിയായി മാറുന്നു. ഒരാൾക്ക് എങ്ങനെയാണ് ഒരു മുഹാജിറായ, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ അഭയാർത്ഥിയായ ഒരാൾക്ക് ഒരു നാട്ടിലെത്തി അതേസമയം തന്നെ ഭരണാധികാരിയാവാൻ കഴിയുന്നത്? അങ്ങനെ ആവണമെങ്കിൽ മിസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ദഅവത്ത് അവിടെ വേണം. അഖബ 1ഉം 2ഉം ഉടമ്പടികൾ അതിന് മുമ്പ് വേണം. അതിന് അനുയോജ്യമായ ഒരു സാഹചര്യം അവിടെ ഒരുക്കി വെക്കണം. ആ തരത്തിലുള്ളൊരു ഹിജ്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ. അതായത് ഒരു അഭയാർത്ഥിയായി എത്തിച്ചേരുന്നതല്ല, ഒരു ഭരണാധികാരിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തുന്നത്. അത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബിയുടെ വഫാത്ത് വരെയും അവസാനം വരെ വലിയ ഫിത്നയ്ക്ക് കാരണമായി. അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സുലൂൽ എന്ന് പറയുന്ന മനുഷ്യനെ ഹൗസ് ഖസർജ് ഗോത്രങ്ങൾ അതുവരെ ഹിജ്റയ്ക്ക് മുമ്പ് വരെ ഒന്നിച്ച് ചേർത്തൊരു രാജാവാക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി ആ സ്ഥാനം നഷ്ടപ്പെട്ടു. അതോടുകൂടി മുനാഫിക്കുകളുടെ 1-ാം നമ്പർ നേതാവായി. മുശ്രിക്കുകൾക്കും അപ്പുറത്തുള്ള യഹൂദ ഗോത്രങ്ങൾക്കുമുള്ള പ്രധാന സഹായിയായി അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സുലൂൽ മാറാനും പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ മദീനയിലുള്ള നിഫാഖിൻ്റെ ഉദയത്തിൻ്റെ പ്രധാന കാരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ തന്നെയാണ്. ഹിജ്റ മറ്റൊരു ചരിത്രവും കൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഹിജ്റ ഇസ്ലാമിക ചരിത്രത്തിലെ ആർക്കിടെക്ചറിൻ്റെ തുടക്കവും കൂടാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഉണ്ടായ ആർക്കിടെക്ചറിൻ്റെ കലാപരതയുടെ തുടക്കവും കൂടാണ്. മദീനയിൽ തൊട്ട് മുമ്പെത്തുന്ന ഖൂബ, അവിടെ തങ്ങുമ്പോൾ അവിടെ ആദ്യത്തെ പള്ളി പണിയുന്നു. മദീനയിലല്ലോ, മസ്ജിദ് നബവി അല്ലല്ലോ, ആദ്യത്തെ പള്ളി പണിയുന്നത് മസ്ജിദ് ഖൂബയാണ്. ഇന്നും മദീനയുടെ ഭാഗത്ത് അത് നമുക്ക് കാണാം. ഖൂബ ആദ്യത്തെ ഇസ്ലാമിൻ്റെ ആർക്കിടെക്ചറിൻ്റെ തുടക്കം പോലും സംഭവിക്കുന്നത് അത് ഹിജ്റയോടുകൂടിയാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അതായത് ഹിജ്റയുടെ മാറ്റം, ഹിജ്റ എന്താണ് ഇസ്ലാമിക ലോകത്ത് സംഭവിപ്പിച്ചത് എന്നതാണ് നമ്മൾ അടുത്ത് സംസാരിക്കേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എത്തുന്നു, മുഹാജിറുകളെയും അൻസാരികളെയും സഹോദരന്മാരാക്കി മാറ്റും. അവർക്ക് സ്വത്തിലും അവർക്ക് കുടുംബത്തിലും അവരുടെ ജോലിയിലും അവരുടെ സമയങ്ങളിലും പങ്കുകാരാക്കി മാറ്റുന്നു. ഇഖ്വാൻ ഫിദ്ദീൻ, ദീനിലെ സഹോദരന്മാരാക്കി മാറ്റുന്നു. അതിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത് ചെയ്യുന്ന മസ്ജിദ് നബവി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഹറമയിലെ 2ാമത്തെ പള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മിക്കുന്നു. അതായത് ലോക മുസ്ലിങ്ങൾക്ക്, അന്നുള്ള മുസ്ലിങ്ങൾക്കൊരു കേന്ദ്രമായി, ഒരു എല്ലാ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ എല്ലാ മേഖലകളിലുള്ള ഒരു പ്രവർത്തനത്തിന് കേന്ദ്രമായി മസ്ജിദ് നബവി പണിയുന്നു. ഹിജ്റയുടെ മറ്റൊരു ആഫ്റ്റർ എഫക്റ്റാണ്. അതിൻ്റെ കൂടെ 3ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത് അവിടെയുള്ള ഭൂരിപക്ഷമുള്ള യഹൂദ ഗോത്രങ്ങളോടും മൈനോറിറ്റിയായ മജൂസി, മറ്റ് മുശ്രിക്കൻ വിഭാഗങ്ങളോടും കുറച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങളോടും അൻസാരികളോടും, മുസ്ലിങ്ങളായ അൻസാരികളോടും അതുപോലെ തന്നെ മുഹാജിറുകളായ വിശ്വാസികളെയും ചേർത്തുകൊണ്ട് മദീന ചാർട്ടർ, മദീന സഹീഫ് അൽ മദനിയ എന്ന പേരിൽ മദീന ചാർട്ടർ, ഇസ്ലാമിൻ്റെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചാർട്ടർ ഉണ്ടാകുന്നു. എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന, യഹൂദന്മാർക്ക് അവരുടെ മതവിധികളും നേതൃത്വം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന, ഗോത്രങ്ങൾക്കും വിവിധ എത്നിസിറ്റികൾക്കും അവരുടെ നിയമസമ്പ്രദായങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന, പരസ്പരം യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമുണ്ടാക്കുന്ന, സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും അള്ളാഹുവിലേക്കും എത്തുമെന്ന് പറയുന്ന നിയമം ഫോം ചെയ്തുകൊണ്ട്, അങ്ങനെ ഒരു ക്ലോസ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു പൊതുവായ ഭരണ സംവിധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കുന്നു. അതും തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെയാണ്, ഹിജ്റയുടെ മാസങ്ങൾ തന്നെയാണ് അതും സംഭവിക്കുന്നത്. അതുമാത്രമല്ല, മദീന യസ്രിബ് എന്നത് മദീനത്തുൻ നബവി എന്നുള്ള പേര് വരുന്നു. ഒരു പുതിയ നാമീകരണം അവിടെ സംഭവിക്കുന്നു. അതിൻ്റെ കൂടെ ഇറിഗേഷൻ ചാനൽ, വാട്ടർ സിസ്റ്റം, മദീനയിൽ വരണ്ട് കിടക്കുന്ന മരുഭൂമിയിൽ വെള്ളങ്ങളിലൂടെ പുതിയ കനാലുകളും മറ്റും സൃഷ്ടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടക്കമിടുന്നു. അതിൻ്റെ കൂടെ അവിടെ അഗ്രികൾച്ചർ, വിവിധ ഭാഗങ്ങളിൽ ഈ വരണ്ട് കിടക്കുന്ന ഭൂമിയിലും അത് വിളവെടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളിലും അവിടെ കൃഷി സജീവമാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടക്കമിടുന്നു. ഇങ്ങനെ ഒരുപാട് അപ്ലിക്കേഷൻസ്, ഒരുപാട് പുതിയ രീതികൾ, സാമൂഹികവുമായ രാഷ്ട്രീയപരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഈ ഹിജ്റ തന്നെ
കാരണമാവുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഹാജിറുകൾക്ക് അൻസാരികളുമായി കുടുംബ ബന്ധം, കച്ചവട ബന്ധം, പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുകയും എത്രത്തോളം എന്നാൽ അവരുടെ അനന്തരാവകാശ നിയമത്തിൽ പോലും മുഹാജിറുകൾക്ക് അവകാശം കൊടുക്കുന്ന തരത്തിലേക്കായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 4-5 വർഷം കൈകാര്യം ചെയ്തത്. എന്നാൽ സൂറത്തുൽ അഹ്സാബിൽ അതിനൊരു തിരുത്തു വരുന്നു. അതും കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. സൂറത്തുൽ അഹ്സാബിലെ 4-5-6 ആയത്തുകളിൽ ദത്ത് നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുഹാജിറുകൾക്ക് ഇനി മുതൽ നിങ്ങളുടെ അനന്തര സ്വത്തുകളിൽ സ്വത്തില്ല. നിങ്ങളുടെ ഉലുൽ അർഹാം ബഅ്ദുഹും ഔലാ ബിബഅദ്, കുടുംബ ബന്ധമാണ് മറ്റതിനേക്കാളും, മുഹാജിറുകളെക്കാളും മുഅ്മിനീകളെക്കാളും നിങ്ങൾക്ക് പരിഗണന കൊടുക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ പറയുന്നു. അതായത് അതുവരെ മുഹാജിറുകൾക്ക് അനന്തരം കൊടുത്തിരുന്ന നിയമം പോലും സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു നിർത്തലാക്കിക്കൊണ്ട് അനന്തരം കൊടുക്കേണ്ടത് ആർക്കാണ്? നിങ്ങളുടെ രക്തബന്ധുക്കൾക്ക് തന്നെയാണ് എന്നുള്ള നിയമം, അതുവരെയുള്ള നിയമം സൂറത്തുൽ അഹ്സാബിൽ നിർത്തുന്നതും നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? കാരണം അത് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാവും. അതിന് തൊട്ട് മുമ്പ് പറയുന്ന വിഷയമാണ് ദത്ത് നിയമം. ഈ ചർച്ചയുടെ ദത്ത് നിയമം. കാരണം എന്തുകൊണ്ടാണ് ദത്ത് എടുക്കൽ ഇസ്ലാം വേണ്ടാന്ന് വെച്ചത്? ദത്തെടുക്കുന്നതിലൂടെ നല്ല കാര്യം തന്നെയാണ്, പക്ഷേ സമ്പത്ത് വിധിക്കേണ്ടി വരും. സ്വന്തം കുടുംബത്തിലുള്ള മക്കൾക്കും അല്ലെങ്കിൽ അനിയന്മാർക്കും മക്കൾക്കും കിട്ടേണ്ടത് തൻ്റെ കുടുംബത്തിലല്ലാത്ത ഒരാൾക്ക് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ. ഇത് മരണപ്പെട്ടാലല്ലേ കിട്ടുക. അതോടുകൂടി കുടുംബത്തിൽ ചിത്രതകൾ സംഭവിക്കും. കിട്ടേണ്ടവന് കിട്ടുകയില്ല, അവകാശമുള്ളവന് കൊടുക്കാൻ പറ്റുകയില്ല. ആ വർത്തമാനം പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ നീ മുഹാജിറുകൾക്ക് നിങ്ങൾക്ക് കൊടുക്കേണ്ടതില്ല, നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ രക്തബന്ധുക്കൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നിയമവും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ ആദ്യത്തെ ആയത്തുകളിൽ തന്നെ അവസാനിപ്പിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ തരത്തിൽ, അതായത് അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പെട്ടെന്ന് മുഹാജിറുകളെ കൈയൊഴിയുന്ന രീതി ആയിരുന്നില്ല. ഹിജ്റയുടെ 4-5 വർഷത്തിലാണല്ലോ അഹ്സാബ് അവതരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് വന്ന മുഹാജിറുകളെല്ലാം ഒന്ന് സെറ്റിൽഡ് ആവാൻ കഴിഞ്ഞു. അവർക്ക് അവരുടെ ജീവിതം ഒന്ന് പച്ചപിടിപ്പിക്കാൻ കഴിഞ്ഞു. അവർക്ക് സ്വന്തമായി വളരാൻ കഴിഞ്ഞു. കച്ചവടത്തിലൂടെയോ അല്ലെങ്കിൽ പല കൃഷികളിലൂടെയോ അവർ വളരാൻ കഴിഞ്ഞു. അപ്പോഴാണ് നിയമം വരുന്നത്. അല്ലാതെ പെട്ടുടനെ എടുത്ത് കളയുകയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ ആ നിയമം നടപ്പിലാക്കാൻ പറ്റുന്ന പ്രതലം ആദ്യമേ അത് സൗകര്യപ്രദമാക്കി മാറ്റും. നിങ്ങൾ ഏത് നിയമത്തിൻ്റെയും അപ്ലിക്കേഷൻ നോക്കുക. നമുക്കറിയാം, കള്ളുകുടിയുമായി ബന്ധപ്പെട്ട ഈ ഹിജ്റ എന്നത് സ്വന്തത്തിൽ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയാണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു, അൽ മുഹാജിർ മൻ ഹാജറ മനഹല്ലാഹു അൻഹു, അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് അകന്നു നിൽക്കുന്നവനാണ് മുഹാജിർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ഹിജ്റയുടെ രീതി പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമപ്രവൃത്തമാക്കി മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് കള്ളുകുടി എന്നതിനെ ഒറ്റയടിക്ക് അള്ളാഹു ഹറാമാക്കാതിരുന്നത്. ഒരു അഡിക്ഷന് അതിന് ടൈം വേണം. വലിയ തിന്മയാണ് ഈ പറയുന്ന കാര്യങ്ങൾ, ഒരുപാട് തിന്മകളിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? അള്ളാഹു ടൈം കൊടുത്തുകൊണ്ടാണ് ആ തിന്മയെ ഇല്ലാതാക്കിയത്. അതായത് സ്വന്തം ആ ഹിജ്റ പോലും, തിന്മയിൽ നിന്നുള്ള ഹിജ്റയ്ക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സമയം കൊടുത്തത് നമുക്ക് കാണാം. ഇതാണ് നമുക്ക് ഈ ഹിജ്റ എന്നതിനെ നിയമപരമായും അല്ലെങ്കിൽ ഒരു ആത്മീയമായും സോഷ്യലായും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മാർഗത്തിലൂടെയാണ്. എന്ന് മാത്രമല്ല, ഹിജ്റയെ പണ്ഡിതന്മാർ ഒരുപാട് പരിവർത്തനത്തിൻ്റെ ഒരു കേന്ദ്രമായി വിശദീകരിക്കുന്നുണ്ട്. എന്നാലോചിച്ച് നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മർദ്ദിതനായിരുന്നു മക്കയിൽ. മർദ്ദിതത്തിൽ നിന്ന് ഒരു ഭരണകർത്താവിലേക്ക് ഒരു മാറ്റമാണ് ഹിജ്റ. പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് എല്ലാവരെയും മോചിപ്പിക്കാൻ കഴിയുന്ന ഒരു അധികാരത്തിലേക്കുള്ള മാറ്റമാണ് ഹിജ്റ. അതുപോലെ തന്നെ ഇൻഡിവിജ്വലായ വ്യക്തിപരമായി നടത്തുന്ന ദഅവത്തിൽ നിന്ന് ഒരു സ്റ്റേറ്റ് സെൻട്രിക്കായ ദഅവത്തിലേക്കുള്ളൊരു മാറ്റമാണ് ഹിജ്റ. അതായത് ഭരണകൂടം തന്നെ നേരിട്ട് ദഅവത്ത് നടത്തുന്ന അവസ്ഥയിലേക്ക് ഹിജ്റ കൊണ്ടെത്തിച്ചു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവിധ രാജ്യങ്ങളിലേക്ക് കത്തുകൾ അയക്കാൻ പറ്റിയത്. അന്നുണ്ടാകുന്ന ഭരണകൂടങ്ങൾക്ക്, മുക്കൗക്കിസിനാവട്ടെ, സാസാനി രാജവംശ നേതാക്കൾക്കാവട്ടെ, ഹിർക്കലിനാവട്ടെ, ഗസാനി അല്ലെങ്കിൽ നജാഷി അടക്കമുള്ള എല്ലാ നാടുകളിലേക്കും കത്തയക്കാൻ പറ്റുന്നത് സ്വതന്ത്രമായ ഒരു ഭരണ സംവിധാനം രൂപപ്പെട്ടപ്പോഴാണ്. അത് ഹിജ്റ അതിന് കാരണമാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മക്കയുടെയും ചുറ്റുപാടും നടത്തുന്ന ദഅവത്തിൽ നിന്ന് യൂണിവേഴ്സലായ ഒരു ദഅവത്തിലേക്കുള്ളൊരു മാറ്റമാണ് ഹിജ്റ എല്ലാ നാടുകളിലും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഹജ്ജത്തുൽ വിദായിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പറഞ്ഞ നിങ്ങൾ സാക്ഷിയല്ലേ,
എന്ന് വിശ്വാസികൾ പറഞ്ഞു. അതേ, സാക്ഷിയാണ്. ഷാഹിദുൽ ഗായിബ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ഇവിടെ സാക്ഷിയായവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന്. പിന്നീട് ചരിത്രം പറയുന്നത് ഹജ്ജത്തുൽ വിദാ കഴിഞ്ഞോടി പല സഹാബിമാരും അവർ നിന്ന വഴിയിൽ നിന്ന് പല ഭാഗത്തേക്ക് യാത്രയായി എന്നുള്ളതാണ്, ദഅവത്തിന് വേണ്ടി മാത്രം. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ പോലും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. ഞാൻ പറയുന്നത് ചുരുങ്ങിയൊരു പ്രദേശത്തിൻ്റെ ദഅവത്തിൽ നിന്ന് ഒരു യൂണിവേഴ്സലായ ദഅവത്തിലേക്കുള്ളൊരു മാറ്റവും കൂടാണ് ഹിജ്റ കൊണ്ടെത്തിച്ചത്. അതുപോലെ തന്നെ ഒട്ടും സെക്യൂരിറ്റി ഇല്ലാത്ത, ഒട്ടും സേഫ്റ്റി ഇല്ലാത്ത ഒരു നാട്ടിൽ നിന്ന് സെക്യൂർഡായ, സേഫായ, അതുപോലെ തന്നെ നിയമം നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ലോകത്തിലേക്കുള്ളൊരു ട്രാൻസിഷനും കൂടാണ് ഹിജ്റ എന്ന്. അങ്ങനെ ഹിജ്റയ്ക്ക് ഒരുപാട് ആഫ്റ്റർ എഫക്റ്റുകൾ നമുക്ക് എണ്ണുവാൻ കഴിയും. ഹിജ്റ എന്ന് പറയുന്നത് നേരത്തെ ഖുർആൻ പറഞ്ഞതുപോലെ പ്രവാചകന്മാരിലൂടെ നിന്ന് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുകയും അത് ഫിസിക്കലായ ഒരു മൂവ്മെൻറ്റിൻ്റെയും മാനസികമായ ഒരു മൂവ്മെൻറ്റിൻ്റെയും കൂടി ഒരു ഉദാഹരണമാണ്. ഈസാ അലൈഹിസ്സലാം അള്ളാഹുലേക്ക് ഉയർന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അള്ളാഹുലേക്ക് പോയൊരു ഹിജ്റയുടെ ഉദാഹരണവും കൂടി നമുക്കുണ്ട്. ഇസ്രാ മിറാജ് യാത്ര. ആ ഒരു യാത്ര, അള്ളാഹുവിലേക്കുള്ള യാത്ര നമുക്ക് നമസ്കാരം പോലുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ കാരണമായി മാറും. അതായത് നബിമാർ ചെയ്യുന്ന എല്ലാ ഹിജ്റയ്ക്കും, എല്ലാ യാത്രകൾക്കും അതിൻ്റേതായ പ്രതിഫലങ്ങളും കൂടി ലോക ജനതയ്ക്കും കൂടി കിട്ടുന്ന ഒരു തരത്തിലേക്ക് ഹിജ്റ മാറ്റപ്പെട്ടു എന്നും കൂടി നമുക്ക് കാണാം. ഇങ്ങനെ ഖുർആനിലും സുന്നത്തിലും ഹിജ്റയെ നമ്മളെ പരിചയപ്പെടുത്തി തരുന്നത് അത് ആ ഇസ്ലാം എന്താണോ പഠിപ്പിച്ചത് അത് ഏറ്റെടുക്കാൻ കഴിയാനാണ്. അതായത് വെൽബീയിങ്, മനുഷ്യന്മാരുടെ, നമ്മുടെ തിന്മ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ പോലും അതിനെ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളതിന് പ്രാമുഖ്യം കൊടുക്കാനാണ് ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലദീന യുത്ഇമൂന ത്വഅമ അലാ ഹുബ്ബിഹി മിസ്കീനം വ യതീമം വ അസീറ. വിശ്വാസികളെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഭക്ഷണത്തോട് സ്വന്തമായി താല്പര്യമുണ്ടായിട്ട് പോലും യത്തീമിനും മിസ്കീനിനും തടവുപുള്ളിക്കും ഭക്ഷണം നൽകുന്ന, പ്രാമുഖ്യം നൽകുന്നവരാണ് വിശ്വാസികളെന്ന് പറയുന്നുണ്ട്. അതായത് വിശ്വാസത്തെ തങ്ങളുടെ സ്വത്തിനെയും കുടുംബത്തെയും കുടുംബക്കാരെയും മറ്റും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യാത്രയാണ് ഹിജ്റ എന്നതുപോലെ അള്ളാഹുവിൻ്റെ താല്പര്യത്തെ പരിഗണിച്ചുകൊണ്ട് മറ്റതിനെയും മാറ്റിവെക്കുന്നതാണ് ഹിജ്റ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഭക്ഷണത്തോട് ഇഷ്ടമുണ്ടായിട്ട് പോലും അത് മറ്റുള്ളവർക്ക് പ്രാമുഖ്യം നൽകുന്നവരാണ് വിശ്വാസികളെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്ന, നന്മയിലേക്ക് ഓടിച്ചെല്ലുന്ന, സാരിഉൽ ഖൈർ എന്ന് പറഞ്ഞ പോലെ നന്മയിലേക്ക് മത്സരിച്ച് മുന്നേറുന്ന, ഫൽ യതനാഫസുൽ മുതനാഫിസുൻ, നന്മയ്ക്ക് വേണ്ടി മത്സരിക്കാൻ നമ്മളോട് കൽപ്പിക്കുന്നതാണ് ഇസ്ലാം. അതായത് തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും പരിചയപ്പെടുത്തിയത് എന്താണ്? ഗുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് നമ്മളെ യാത്രയാക്കുന്നവരെന്നാണ്. വിശ്വാസിയുടെ ഗുണമായി കുന്തും ഖൈറ ഉമ്മ എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ ഏറ്റവും നല്ല സമൂഹമാണ്, നിങ്ങളുടെ പണി എന്താണ്? അതും ഗുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് എത്തിക്കുന്ന, അതുപോലെ തന്നെ അംറു ബിൽ മാറൂഫ് വ നഹ്യി അനിൽ മുൻകർ നടത്തുന്ന. സ്വയം തിന്മയിൽ നിന്ന് അകന്നുന്നാൽ മാത്രം പോരാ, ബാക്കിയുള്ളവരെ കൂടി നന്മയിലേക്ക് ക്ഷണിക്കാനും ബാക്കിയുള്ളവരിൽ നിന്ന് തിന്മയെ തടയാനും നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി വഇല്ലം യസ്തതി ഫബിലിസാനിഹി വഇല്ലം യസ്തതി ഫബിഖൽബിഹി ദാലിക അദ്വാഫുൽ ഈമാൻ. ഒരു തിന്മ കണ്ടാൽ, അത് ആരെങ്കിലും നിങ്ങളൊരാൾ തിന്മ കണ്ടാൽ അത് കൈകൊണ്ട് തടയട്ടെ എന്നാണ്. തിന്മയോടൊപ്പം നിൽക്കുക, തിന്മയ്ക്ക് എതിരിടുക മാത്രമല്ല, തിന്മയെ തടയാൻ ശ്രമിക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിലോ നാക്കുകൊണ്ടെങ്കിലും അവൻ തടയാൻ ശ്രമിക്കട്ടെ എന്നാണ്. അതിനും കഴിഞ്ഞില്ലെങ്കിലോ ഫബി ഖൽബിഹി, ഹൃദയം കൊണ്ട് തടയണം. എന്നിട്ട് നബി അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക അദ്വാഫുൽ ഈമാൻ, അത് ഈമാൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ്. ഒരു വിശ്വാസി അത് കൈകാര്യം ചെയ്യാൻ കഴിയണം ആദ്യം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മുഅ്മിനുൽ ഖവിയ്യ്, ശക്തനായ മുഅ്മിനാണ് മുഅ്മിനുൽ ദഈഫ്, ദുർബലനായ മുഅ്മിനേക്കാളും ഖൈറ, നല്ലവനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. കാരണം ഈമാൻ എന്നത് ധീരത ഉണ്ടാക്കുന്നതാവണം. ഈമാൻ എന്നത് തെറ്റിനെ ചെറുക്കാൻ കഴിയുന്നവനാവണം. തീയിൽ കുരുത്ത ഈമാനിൻ്റെ ആളാവണം. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നത്, ഇന്നി മുഹാജിറുൻ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുലേക്ക് ഹിജ്റ ചെയ്യുന്നവനാണ്. അപ്പോൾ ആ മാർഗത്തിൽ തടയുന്നതൊന്നും ഞാൻ മാറി നിൽക്കുകയില്ല, അതിനെ തകർത്തുകൊണ്ടേ ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ. പ്രതിബന്ധം നീക്കാൻ കഴിയുന്നവനാവണം മുമ്പിൽ. അതുകൊണ്ടാണ് ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. പ്രതിബന്ധങ്ങൾ നേരിടാനുള്ള വിൽ പവർ നമുക്ക് വേണം. ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്നതാണ്. നേരിടുമ്പോൾ നമുക്ക് എളുപ്പവുമായി മാറും. എല്ലാ പ്രയാസങ്ങൾക്കൊപ്പവും എളുപ്പമുണ്ട് എന്ന് അള്ളാഹു പറയുന്നത് അതുകൊണ്ടാണ്.
പ്രതിബന്ധങ്ങൾ നേരിടാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. അതുകൊണ്ടാണ് ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഅ്മിൻ എന്ന് പരിചയപ്പെടുത്തുന്നു, അതിൻ്റെ കൂടെ മുജാഹിദ് എന്ന് പരിചയപ്പെടുത്തുന്നു, മുഅ്മിൻ എന്നും മുസ്ലിം എന്നും മുജാഹിദ് എന്നും പിന്നീട് മുഹാജിർ എന്നും പരിചയപ്പെടുന്നു. അതുകൊണ്ടാണ് പ്രതിബന്ധങ്ങളെ നേരിടാൻ നമുക്ക് കഴിയണം. നേരിടുന്ന പ്രതിബന്ധങ്ങളെ ഈമാൻ കൊണ്ട് ചെറുക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ബി ഹബിൽ, അള്ളാഹുവിൻ്റെ ഹബിൽ, അള്ളാഹുവിൻ്റെ കയർ മുറുകെ വഅതസിമു ബി ഹബിലില്ലാ, അള്ളാഹുവിൻ്റെ കയർ മുറുകെ പിടിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇസ്തിഖാമത്ത് വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ധൈര്യപൂർവ്വം നിലനിൽക്കാൻ നമുക്ക് കഴിയണമെന്ന് അതുകൊണ്ടാണ്. കാരണം ഒരു മുഹാജിർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യാത്ര ചെയ്യുന്നവന് ഈ പറയുന്ന പ്രതിബന്ധങ്ങളൊന്നും പ്രതിബന്ധങ്ങളായി മാറുന്നില്ല. അതൊക്കെ പരീക്ഷണങ്ങളായി, അതായത് ചേർത്ത് തോൽപ്പിക്കേണ്ട പരീക്ഷണങ്ങളായി മാത്രം മാറും. ഒരു മുഹാജിറായി ജീവിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു തരത്തിൽ ഹിജ്റയെ അല്ലെങ്കിൽ ജിഹാദിനെ, ഈമാനിനെ, ഇസ്ലാമിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.